Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു MPPTയുടെ റിവ്യൂ ആണ്. അതായത് 24 to 72 വോൾട്ടിലുള്ള 50 ആംപിയറിന്റെ ഒരു MPPT ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആ MPPTയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 3 Toroid ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസും അത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ MPPT. അപ്പോൾ നമ്മൾ ഏകദേശം തുറന്ന് വെച്ചേക്കുന്നതാണ്. അപ്പം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കവർ വെച്ച് ഇതിൻ്റെ അകത്താണ് MPPT ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ MPPT വരുന്നത്. 24 to 72 വോൾട്ട് 50 ആമ്പിയറിൻ്റെ MPPT ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും തുടങ്ങാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. LED പ്ലസ് LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് LED ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ, ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ, ഫ്ലോട്ട്, റിലേ. ഈ 4 ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ സോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്ന സോളാർ പാനലിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. അതായത് സോളാറിൻ്റെ പ്രസൻസ് അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിയും. പക്ഷേ ചാർജിങ് നമുക്ക് ആംബിയർ കിട്ടി തുടങ്ങുമ്പോൾ മാത്രമാണ് ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നമ്മുടെ ഇത് ചാർജിങ് നടക്കുകയുള്ളൂ. പിന്നെ ഫോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ റിലേ ഓൺ ആയതിന് ശേഷം നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് ഇതിനകത്ത് ഫോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 14.5 ആണെങ്കിൽ 14.5 ബാറ്ററി ആയിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളവിടെ, അതായത് നമ്മളെ അറിയിക്കാൻ, അതായത് നമ്മളിപ്പോൾ എനർജി കിട്ടിയിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. റിലേ എന്ന് പറയുന്നത് നമ്മുടെ റിലേ ഓൺ ആയി കഴിയുമ്പോൾ റിലേ ഓൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ തെളിയും. അതിനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാല് ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയി ഇങ്ങനെ കാണാൻ പറ്റും 24, 36, 48, 72. ഇത് ബാറ്ററിയുടെ വോൾട്ടേജിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് മൾട്ടി വോൾട്ടേജ് ആണ് നമ്മുടെ MPPT എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് 4 സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. 24 വോൾട്ടിൽ ഉപയോഗിക്കാം, 36 ഉപയോഗിക്കാം, 48 ഉപയോഗിക്കാം, 72 ഉപയോഗിക്കാം. ഇത്രയും വോൾട്ടേജിൽ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 12 അല്ല സ്റ്റാർട്ടിങ്, 24 വോൾട്ട് തൊട്ടാണ് സ്റ്റാർട്ടിങ്. അതായത് 2 ബാറ്ററി സിസ്റ്റം തൊട്ട് നമുക്ക് 72 വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യണേ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് അത് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്താണ് MPPT കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 24 വോൾട്ടാണ് നമ്മൾ കാണിക്കണമെങ്കിൽ 24 വോൾട്ടിൻ്റെ ഇൻഡിക്കേറ്റർ തെളിയും. 36 ആണെങ്കിൽ 36. അങ്ങനെ ഏത് വോൾട്ടേജാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അവിടെ ഇൻഡിക്കേറ്റർ കാണും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ LED ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ LCD ഡിസ്പ്ലേ ഓൺ ആവുള്ളൂ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് SPS എന്ന് പറയുന്ന കമ്പനിയുടെ MPPT ആണ്. അപ്പോൾ ഇതിൻ്റെ VOC എന്ന് പറയുന്നത് ഏകദേശം 150 വോൾട്ടാണ് നമുക്ക് ഇതിനകത്ത് VOC കൊടുക്കാൻ പറ്റുന്നത്. മാക്സിമം 150 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് പോയി കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പം കാണാൻ പറ്റും ഇവിടെ ഉണ്ടോ, ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും റിലേ കൺട്രോളറും സെറ്റപ്പൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൺ ഓഫ്, അതായത് MPPT ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് ഇവിടെ വരുന്നത്. റിലേ കൺട്രോൾ എന്ന് പറയുന്നത് റിലേയുടെ സ്വിച്ച്, റിലേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. അപ്പോൾ നമ്മുടെ ഈ SPS എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ MPPTയിലും ഇങ്ങനെ നമ്മുടെ റിലേ കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഏതൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടാലാണ് സോളാർ നമുക്ക് ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ സോളാറിലേക്ക് മാറുള്ളൂ. ഇത് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ റിലേ ഓഫായിരിക്കും, സോളാറിലേക്ക് മാറില്ല. അപ്പോൾ ഇങ്ങനെ സ്വിച്ച് വയ്ക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സ്വിച്ച് മഴക്കാലത്തേക്കാണ് ഓഫ് ചെയ്തിടണം. കാരണം നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്കിത് ചേഞ്ച് ഓവർ ആവില്ല. ചേഞ്ച് ഓവർ ആവും, പക്ഷേ നമുക്കിപ്പോൾ ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ ഫുള്ളായതിന് ശേഷം മാറി, സോളാറിലേക്ക് മാറി. പിന്നെ അതിന് ശേഷം മഴക്കാലം ഇതൊക്കെയാണ്, വെയിലില്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അപ്പോൾ തന്നെ ഇത് വീണ്ടും KCBയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബാറ്ററിയുടെ ഇത് ചാർജിങ് അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഴക്കാലത്തൊക്കെ ഇത് ഓഫ് ചെയ്തിടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റിലേ കൺട്രോൾ സ്വിച്ച് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെറ്റപ്പ്, ഇതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലിബ്രേഷനാണ്. അതായത് MPPTയുടെ സെറ്റപ്പിലേക്ക് കയറാനുള്ള അതിൻ്റെ റിലേ ഓഫും അതിൻ്റെ റിലേ ഓണൊക്കെ നമുക്ക് റീഡിങ്, അതായത് മാറ്റാനുള്ള ഒരു സെറ്റപ്പ് ഓപ്ഷനാണ് ഇത് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്കിത് അയച്ചിട്ടാണ് ഇതിൻ്റെ കണക്ഷൻസ് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ MPPTയുടെ സ്ക്രൂ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ കവറാണ്. നമ്മൾ ഇതിനകത്ത് ഗ്രിഡ് ഫേസ് ആണല്ലോ കയറ്റി വിടുന്നത്. അപ്പോൾ തൊട്ട് ഷോക്ക് കേൾക്കാതിരിക്കാനും ഇതിനൊക്കെ കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ കവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ കൂടെ കാണാൻ പറ്റും മൊത്തം നമ്മുടെ MPPTയിൽ 6 കണക്ഷൻസാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കണക്ഷൻസ് എന്ന് പറയുന്നത് സോളാറിൻ്റെ പ്ലസും മൈനസും, അത് നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യുക. രണ്ടാമത്തേന്ന് പറയുന്നത് ബാറ്ററിയുടെ പ്ലസും മൈനസും,
പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ഗ്രിഡ് ഫേസ്, ഇന്നും ഔട്ടും. ഇത് നമ്മൾ നമ്മുടെ ഇൻപുട്ട് കയറ്റിയിട്ട് ഇതിലൂടെ ഔട്ട് ഇറക്കുന്നു. അങ്ങനെയാണ് മൊത്തം കണക്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബാറ്ററി കണക്ട് ചെയ്യുക, ബാറ്ററിയുടെ പ്ലസ് മൈനസും, അതിനുശേഷം സോളാർ കൊടുക്കുക, അതിനുശേഷം വേണം നമ്മൾ ഗ്രിഡ് ഫേസ് കൊടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ സോളാർ കണക്ട് ചെയ്യരുത്, നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയാണ്, അതിന് ശേഷമാണ് ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ കണക്ഷനിൽ വരുന്നത്. ഏകദേശം ഒരു 30 ആമ്പിയറിൻ്റെ ഒരു കണക്ടറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഹെവി നമുക്ക് ഏകദേശം ഒരു 60 mm കേബിൾ വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കണക്ട് ചെയ്ത് വയർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ പ്രൊട്ടക്ഷൻ കവർ വെച്ച് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഇതിൻ്റെ കണക്ഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് MPPT കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വോൾട്ടേജാണ് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്, 24 മന്ത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് ഇതിൻ്റെ ബാക്ക് വശത്ത് അവർ യൂസർ മാനുവലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി MPPT അയച്ച് ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ MPPTയുടെ അകവശം വരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അയച്ചിട്ട് അതിൻ്റെ ക്യാബിൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ MPPTയുടെ ഇൻസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ഷൻ വരുന്നത്, ഇവിടെയാണ്. അപ്പോൾ ഈ പ്രോബ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് അയക്കാം. അപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ എന്നുള്ള കണക്ഷൻ പിടിച്ചിട്ട് ഈ ക്യാബിൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ MPPTയുടെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ MPPTയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ്, അതായത് 3 ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടൊറോയിഡ് ട്രാൻസ്ഫോമർ 3 ഉപയോഗിക്കുന്നത് നമ്മൾ പറയണു ഇത് 3 സ്റ്റേജ് ബൂസ്റ്റിംഗ് എന്നല്ല ഉദ്ദേശിക്കണേ. അതായത് ഇതിനകത്ത് വരുന്ന വോൾട്ടേജ്, എക്സിസ്റ്റായിട്ട് വരുന്ന വോൾട്ടേജിനെ ആംബിയറാക്കി കൺവേർട്ട് ചെയ്യാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അല്ലാതെ ഇത് കിട്ടിയ ആംബിയറിനെ വീണ്ടും ആംബിയറായിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ട ടെക്നോളജി അല്ല നമ്മുടെ ഈ ടൊറോയിഡ് ട്രാൻസ്ഫോമർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളാണ്. 3 ടൊറോയിഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇത് ആംബിയർ ബൂസ്റ്റ് ചെയ്യണ ട്രാൻസ്ഫോമർ ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ആംബിയർ അല്ല ഇത് ബൂസ്റ്റ് ചെയ്യണേ. നമ്മുടെ ബാറ്ററി നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുന്ന വോൾട്ടേജിനെ ആംബിയറാക്കി കൺവേർട്ട് ചെയ്യണം. ആ ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഇതുവഴി നടക്കുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 3 വലിയ ഹെവി കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പുറത്താണ് ഇതിൻ്റെ അടുത്ത ഡിസ്പ്ലേ വരുന്നത്, ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐസിങ് കാര്യങ്ങളും പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ, ഇതിനകത്താണ് നമ്മുടെ പ്രോഗ്രാമിങ്ങും 24-72 വോൾട്ടിൻ്റെ IC ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി IC ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ റിലേ വരുന്നത്. അതായത് ഇതിനകത്ത് ചേഞ്ച് ഓവറും കാര്യങ്ങളും നടക്കുന്നത് ഈ റിലേയിലാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് ഇതിനകത്ത് കണക്ഷൻസ് പോയിരിക്കുന്നത്. അതായത് ഓൺ ഓഫ് സ്വിച്ചിലേക്കുള്ള കണക്ഷൻസും ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് ഓരോ കണക്ഷൻസും ഏതാണെന്നുണ്ട്. അപ്പോൾ റിലേ ഓൺ ആവുന്നതും സെറ്റപ്പ് അതിൻ്റെ ഓരോ കണക്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഫാനിലേക്ക് വയ്ക്കണ വയറാണ്. അപ്പോൾ അവിടെ ഫാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് ഹീറ്റ് സിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഹീറ്റ് സിങ്ങിൽ നമുക്ക് ഇതിൻ്റെ മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഹീറ്റ് സിങ്ങിൻ്റെ മേളിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്നത്. അതായത് സോളാർ പാനലിൽ നിന്ന് പറഞ്ഞ പോസിറ്റീവും നമ്മുടെ ബാറ്ററി എന്നുള്ള പോസിറ്റീവ് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഹീറ്റ് സിങ്ങിലേക്ക്. പിന്നെ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നത് ഹീറ്റ് സിങ്ങിൻ്റെ ഇതാണ്, അതായത് ഹീറ്റ് കൂടുന്നതനുസരിച്ച് ഹീറ്റിംഗ് സെൻസറാണ് ഇത് വരുന്നത്. അത് ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഹീറ്റ് കൂടുതലായി കഴിഞ്ഞാൽ സെൻസർ വഴി ഇത് മനസ്സിലാക്കി ഫാൻ ഓൺ ചെയ്ത് കൂൾ ചെയ്ത് കളയും. അതിന് തന്നെയാണ് ഇതിനകത്ത് ഹീറ്റ് സെൻസർ വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ MPPTയിലും ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൂളിംഗ്, അതായത് ഇത് കൂളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫാൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചെയ്ത് കളയും, ഫാൻ അങ്ങനെ ഓഫ് ആവും. അല്ലാതെ നമ്മളിത് സോളാർ പാനൽ വരുമ്പോൾ ഏത് നേരം ഫാൻ ഓൺ ആവില്ല. ഹീറ്റ് എപ്പോൾ ഇതിനകത്ത് കൂടുന്നു അത് സെൻസർ മനസ്സിലാക്കി ഓട്ടോമാറ്റിക് തന്നെ ഇതിനകത്ത് ഫാൻ ഓൺ ആവും. പിന്നെ ഹീറ്റ് കുറയണതനുസരിച്ച് അത് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മളിതിനകത്ത് ഓരോ പാർട്സും, അതായത് ഈ അസംബിളുടെയും MPPTയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോ പാർട്സും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ, നമ്മുടെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ, ഈ ICയുടെ വാല്യൂ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഒരുപാട് ദൂരേക്കാണ് നമുക്ക് സർവീസ് ചെയ്യാനൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ കാണിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ മാറ്റാൻ പറ്റും. അതായത് ആ ഒരു കംപ്ലയിൻറ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഈ റെസിസ്റ്റർ വായിക്കണമെങ്കിൽ ഈ റെസിസ്റ്റർ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ വാല്യൂം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ MPPTയുടെ അകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ MPPT കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഒരു 7Hൻ്റെ 2 ബാറ്ററി സീരീസ് ചെയ്ത് അങ്ങനെ 24 വോൾട്ട് ആക്കിയിട്ടാണ് നമ്മുടെ MPPT ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ 24 വോൾട്ട് ടു 72 വോൾട്ട് വരെയാണ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സോളാർ പാനലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ MPPT അടിയിലത്തെ സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും MPPT 24 to 72 അതിൻ്റെ മോഡൽ നമ്പർ ഓട്ടോ സെലക്ട് ഓൺ ആയിട്ടുണ്ട്. ബാറ്ററി മോഡ് അത് 24 മനസ്സിലാക്കി 24 വോൾട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ചാർജിങ് വോൾട്ട് 29.6 വോൾട്ട്. റിലേ ഓൺ ആവുന്നത് 28 വോൾട്ടിൽ.
ഇനി റിലേ ഓഫ് ആവുന്നത് 23 വോൾട്ടിലാണ്. ആംബിയർ ലിമിറ്റ് 50 ആംബിയർ ആണ്. നമുക്ക് മാക്സിമം 50 ആംബിയർ വരെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അത് സോളാർ MPPT എന്ന് പറഞ്ഞ് നമ്മുടെ MPPT ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ നമ്മൾ ഇതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ സെലക്ട് ഓൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് ബാറ്ററി വോൾട്ടേജാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കുന്നതെന്ന് MPPT മനസ്സിലാക്കും. ഇപ്പോൾ 24 വോൾട്ട് കണക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ 24 വോൾട്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ 24 വോൾട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ചാർജിങ്ങും റിലേ ഓഫും റിലേ ഓണൊക്കെ ആ ഒരു റീഡിങ് അതിനകത്ത് സെറ്റ് ചെയ്തേക്കണം. അത് ഓട്ടോമാറ്റിക്കാണ് എല്ലാം വരുന്നത്. ഇനി നമ്മൾ 36 ബാറ്ററിയാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് അത് 36 നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വോൾട്ടേജും കാര്യങ്ങളും ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും. നമുക്ക് അതിനനുസരിച്ച് ബാറ്ററിയിൽ കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇതിൽ ഓണാകുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് LED ഡിസ്പ്ലേയും LCD ഇതൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ LED ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞെടുക്കുന്നുണ്ട്, റെഡ് ഇൻഡിക്കേറ്റർ. അത് സോളാറിൻ്റെ പ്രസൻസ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിയും. ഇപ്പോൾ അവിടെ ചാർജിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടോ ചാർജിങ് എന്ന് പറയുമ്പോൾ ബ്ലിങ്കിങ് ആയിരിക്കും. അപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ ഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഇത് ഓൺ ആവുന്ന ഇടയ്ക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ റിലേ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനിയും റിലേ സ്വിച്ച് ഓൺ ചെയ്യാം. കണ്ട റിലേ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇത് റിലേ ഓൺ ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ 7Hൻ്റെ 2 ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു AH നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. അത് 24 വോൾട്ട് 7H 7 ആംബിയറാണ് നമ്മുടെ ബാറ്ററി പവർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത് 180 വാട്ട്സിൻ്റെ 2 പാനൽ സീരീസ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കണം. 360 വാട്ട്സ് പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത്രയും ആംബിയർ നമുക്ക് അറിയാമല്ലോ, ഒരു പാനലിൽ ഏകദേശം 19 ആംബിയർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആംബിയർ നമ്മുടെ പാനലിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു ഇതിനകത്ത് മനസ്സിലാക്കി MPPT പെട്ടെന്ന് അത് ബാറ്ററി ചാർജായി. അതുകൊണ്ടാണ് റിലേ ഓൺ ആയത്. ഇപ്പോൾ നമുക്ക് റിലേ ഓൺ ആയി കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് ഫോൾട്ട് എന്ന് പറഞ്ഞത് ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജ് ഫുള്ളായി, അതായത് 29-28 വോൾട്ട് ആയി. അതായത് 28 വോൾട്ട് ആയി ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഫോൾട്ട് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും ബാറ്ററിയുടെ വോൾട്ടേജ് 24 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് LED ഡിസ്പ്ലേയിൽ വരുന്നത്. ഇനി നമുക്ക് LCD ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് LCD ഡിസ്പ്ലേയിൽ എൻ്റെ ഹീറ്റ് 40 സെൽഷ്യസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോളാർ MPPT എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ബാറ്ററി മോഡ് 24 വോൾട്ട് എന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട്. സോളാർ എന്നുള്ള വോൾട്ടേജ് 42.8 വോൾട്ടേജ് നമ്മൾ സീരീസായി കണക്ട് ചെയ്തേക്കണം. ഇപ്പോൾ ബാറ്ററിയിലേക്കുള്ള വോൾട്ടേജ് 29 വോൾട്ട് നമുക്ക് ബാറ്ററിയിലുണ്ട്. ബാറ്ററി ഫുള്ളാണ്. സോളാറിൽ നിന്നുള്ള ചാർജിങ് എന്ന് പറയുന്നത് 0.9 ആംബിയറാണ് നമുക്ക് കിട്ടുന്നത്. സോളാർ ഔട്ട് 17 വാട്ട്സ്, അതായത് സോളാറിൽ നിന്ന് എത്ര പവർ കിട്ടണമെന്ന് വാട്ട്സ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പിന്നെ ഡെയിലി എത്ര യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തെന്നും ടോട്ടൽ എത്ര യൂണിറ്റ് യൂസ് ചെയ്തെന്നും അങ്ങനെ ഓരോ ഓപ്ഷൻസ് വരും. പിന്നെ പഴയതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ MPPT ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാട്ട്സ് എത്രയാണെന്ന് കറക്റ്റായിട്ട് നമ്മുടെ MPPT ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ചാർജിങ് നടക്കുന്നുണ്ട്, പക്ഷേ ആംബിയർ കാണാൻ പറ്റും 0.8 ആംബിയറൊക്കെ ഉള്ളൂ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി ചാർജ് ഫുള്ളാണ്. അത് 7Hൻ്റെ ബാറ്ററി ആയതുകൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചാർജ് ആവും. അല്ലെങ്കിൽ വോൾട്ടേജ് കയറി അപ്പോൾ തന്നെ റിലേ ആവണം. ചെറിയ ആംബിയർ നമുക്ക് ഇതിനകത്തുള്ളൂ. ഈ MPPTയിൽ നമുക്ക് മാക്സിമം 24 വോൾട്ട് തൊട്ട് കണക്ട് ചെയ്യാം. നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെറിയ ഡിസ്പ്ലേ ഓൺ ആവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചെറിയ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിതിനകത്ത് ലോഡൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ലോഡ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇത് ഓഫായി പോകും, ബാറ്ററി ചാർജ് ഡൗൺ ആയി പോകും. അറിയാമല്ലോ ബാറ്ററിയുടെ AH കുറവാണ്. അതുകൊണ്ടാണ് ആംബിയർ ഇത്രയും കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കൂടി വലിയ 24 ബാറ്ററി 150-100Hൻ്റെ ബാറ്ററിക്കാണ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ സോളാർ പാനലിൽ അത്യാവശ്യം ആംബിയർ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാത്തതാണ്, അതൊന്നും നമ്മൾ വേസ്റ്റായി പോകുന്നതുകൊണ്ടാണ് ആ ആംബിയർ അവിടെ കുറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. 24-72 വോൾട്ട് 50 ആംബിയറിൻ്റെ ഒരു MPPT റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 3 Toroid ട്രാൻസ്ഫോമറാണ്. അതായത് 3 സ്റ്റേജ് ബൂസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ല ഇതെന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജിനെ ആംബിയറേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എക്സിസ് വരുന്ന വോൾട്ടേജിനെ അത് ആംബിയറേക്ക് കൺവേർട്ട് ചെയ്താണ് നമുക്ക് തരുന്നത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന ആംബിയറിനെ വീണ്ടും ആംബിയർ ബൂസ്റ്റ് ചെയ്ത് തരുന്നതല്ല. വോൾട്ടേജിനെ ആംബിയറേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, Toroid ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഇതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്നൊക്കെ കാണിച്ചതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നമ്മുടെ MPPT നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാണ്. ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.